താങ്ക് യു ജീസസ്. നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ മാതപ്പെടുത്താമല്ലോ. സ്തോത്രം. ഓക്കെ, സ്തോത്രം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നതിനാൽ. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നതിനാൽ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവൻ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവൻ അവൻ മതിയായവൻ. അമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ ഓ ദിവ്യ സ്നേഹത്തിനുറവിടമേ ആദിനായിരത്തിൽ അതിശ്രേഷ്ഠനാവേ സുസ്ഥിരാ വന്യനാം ആയിരത്തിൽ അതിശ്രേഷ്ഠനാവേ സുസ്ഥിരാ വന്യനാം യേശു എനിക്കു നല്ലവൻ, അമ്മേ നാവേനെന്നും മതിയായവൻ. പാപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. പാപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ആമേൻ പ്രതികൂലങ്ങളാനു നിമിഷ ആമേൻ യാത്രയാതി ഓ പ്രതികൂലങ്ങളാനു നിമിഷ ഓ പകൽ മേഘസ്തംഭം രാത്രിയായി കൂടായെന്റെ അനുദിനം വഴി നടത്തോ. ആമേൻ പകൽ മേഘസ്തംഭം രാത്രിയായി കൂടായെന്റെ അനുദിനം വഴി നടത്തോ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവൻ അവൻ മതിയായവൻ. ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവൻ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ടോ നീരെല്ലാം തുടച്ചിടുവേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ
വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു അവരെന്നും മതിയായവേ. പാപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. പാപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. യാത്രയാകെ ഓ പ്രതികൂലങ്ങൾ ഓ പ്രതികൂലങ്ങളാനു നിമിഷ ഓ എന്റെ ആരോഗ്യം വാഴി എന്റെ അനുതി വഴി നടത്തോ. എന്റെ യേശു എനിക്കു ഓ നാവനെന്നും മതിയായവേ. ലാഭത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. ലാഭത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. എന്റെ ക്ലേശമെല്ലാം എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. നാഥൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ നാഥനിടം പറന്നുയരും. നാഥൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ നാഥനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു മതിയായവേ. ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ നാഥൻ മതിയായവേ. പാപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ നാഥൻ മതിയായവേ. പാപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ നാഥൻ മതിയായവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകലത്തിലും മതിയായവൻ. ഹല്ലേലൂയ. രക്ഷിക്കുന്ന കർത്താവ്, വിടുവിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. ജയത്തോടെ നടത്തുന്ന കർത്താവ്, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യാഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സകലത്തിനും മതിയായ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം. ആരാധിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം 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 സ്തോത്രം. ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ പാട്ട് പാടുമ്പോൾ പാടുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ പാട്ട് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം ദൈവവചനമാണ് എഴുതിയിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. യാക്കോബിനെ പേര് മാറ്റിയതും ഇസ്രായേലാക്കിയതും താങ്ക് യു ലോർഡ്. ദാവീദ് രാജാവിനെ, ആട്ടിടയനായിരുന്ന ദാവീദിനെ രാജാവാക്കിയതും ഇതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന. താങ്ക് യു ലോർഡ്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വർണം എവിടെ നിന്നാണ് എടുക്കുന്നത്? സ്വർണം മണ്ണിനകത്ത് നിന്ന് എടുക്കുന്നത്. താങ്ക് യു ലോർഡ്. ആ മണ്ണിനകത്ത് നിന്ന് എടുത്തതിന് ശേഷമാണ് അതിനെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് പിന്നീടത് ഷോക്കേസൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മനോഹരമായിട്ട് മാറും. അത് വിലപ്പെട്ടത് തന്നെയാണ്. താങ്ക് യു ലോർഡ്. അപ്പം ഈ ദൈവവചനം മണ്ണിനകത്ത്
ഒരുപക്ഷെ കിടന്നായിരിക്കും, പക്ഷെ നമ്മൾ അതിനെ എടുത്ത് നമ്മളതിനെ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായിട്ട് മാറും. അതെല്ലാം നമ്മൾ പാടി ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതി വിടുവാണെന്നുണ്ടെങ്കിൽ ഈ സ്വർണത്തെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താ അറിയാം അതിൻ്റെ വില. അല്ലെങ്കിൽ ഒരു ഡയമണ്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മലയാളികൾക്കൊന്നും നമുക്ക് കൂടുതൽ ഡയമണ്ടിനെ കുറിച്ചൊന്നും കൂടുതൽ അറിവൊന്നുമില്ല. പക്ഷെ ഡയമണ്ടിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ എനിക്കില്ലോ. അതിനെക്കുറിച്ചൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ ആകാശത്ത് നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തു നിന്ന് ഒരു ഉൽക്ക വീണു. ഉൽക്ക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ പാറക്കഷ്ണം. അപ്പോൾ അത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബംഗ്ലാദേശിലൊരു സ്ഥലത്താണ് അത് വീണത്. വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു മനുഷ്യനത് കിട്ടി. പക്ഷെ നടക്കിൽ ആരോ ചെന്നിട്ട് അവിടുത്തുകാരൊന്നുമല്ല, വേറെ വീട്ടിലെ ആൾ ചെന്നിട്ട് അതിന് കുറച്ച് പൈസ കൊടുത്തിട്ട് അത് മേടിച്ചു. അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ വില. കാര്യം ഇത് കിട്ടുന്നതല്ല, മാർക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല എങ്കിലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ദൈവവചനം നമ്മൾ എടുത്തോണം, ദൈവവചനത്തിൽ നമ്മൾ കളക്ട് ചെയ്തോണം. നമ്മൾ ആദ്യം ജോസഫ് പാസ്റ്റർ ആദ്യമേ പറഞ്ഞ പോലെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യല്ലേ അവിടെ പറഞ്ഞേക്കുന്ന ദൈവവചനത്തെക്കുറിച്ച്. അവർ പോയി പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ദൈവം എന്താണ് അവർ പ്രസംഗിക്കുന്നത്? സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം അവർ പ്രസംഗിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവവചനം ഇപ്പം നമ്മൾ പാടുന്ന പാട്ടും അല്ലെങ്കിൽ നമ്മൾ പാടിയ പാട്ടും ഇതെല്ലാം ദൈവവചനങ്ങളാണ്. ദൈവവചനം എന്താണ്? അതിനോട് കൂടി നമ്മൾ എന്ത് ചേർക്കണം? വിശ്വാസമാകുന്ന ലോ. ഇത് ഞാൻ പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ ഇത് ഞാൻ പാടിയാൽ എന്ത് നടക്കും? വീട്ടിൽ അത്ഭുതം നടക്കും. ഈ വിശ്വാസമാകുന്ന ലോ നമ്മൾ അതിനകത്തോട്ട് ചേർക്കണം. അതാരാ ചേർക്കേണ്ടത്? അത് നമ്മളാ ചേർക്കേണ്ടത്. ലോ ദൈവം തരും, പക്ഷെ എന്നുണ്ടെങ്കിൽ ലോ പ്രമാണിക്കുക എന്നുള്ളത് ദൈവമാണ് പ്രമാണിക്കേണ്ടത്, അല്ല നമ്മൾ പ്രമാണിക്കണം. അത് നമ്മൾ പ്രമാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് അവർ പോയി പ്രാർത്ഥിച്ച സമയത്ത് എന്ത് നടന്നു? അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അങ്ങനെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിൽ ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രസംഗിക്കുന്നിടത്ത് എന്ത് നടക്കണം? കുറെ വാക്ചാതുര്യമല്ല. ഞാൻ ഇന്നലെ സിബിനോട് പറഞ്ഞു, വാടാ നീ വരുന്നതിൻ്റെ മീറ്റിങ്ങിന് വരാം. അപ്പം പറഞ്ഞു, ഞാൻ ലാസ്റ്റ് PC നാക്കൊണ്ട് ഇനി മലയാളികളുടെ മീറ്റിങ്ങിന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി മതിയാക്കാൻ പറഞ്ഞു. ഇനഫ്. കാര്യം അവിടെ നടക്കുന്ന പൊളിറ്റിക്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീ കൊണ്ട് മാറിയിട്ട് ഞാൻ പ്രസംഗിക്കാം. കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ കുറ്റം പറയുകയല്ല. ഇപ്പോൾ ഗ്ലോറി അവിടെ നിന്നിരുന്ന് പറയും, എന്തിനാ മലയാളികളെല്ലാം കുറ്റം പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഇത് അവർക്ക് ആ തിരിച്ചറിവില്ല. ജോസഫ് ആദ്യം പറഞ്ഞ പോലെ അവർക്കും ആ തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിനകത്ത് ശക്തിയുണ്ട്. കുറേ എടുത്തൊന്ന് ഉൽപ്പത്തി മുതൽ ഒരുപാട് പേരെ പറയുകയല്ല, ഇതിൻ്റെ ശക്തി നമ്മൾ കൂടെ വ്യാപരിക്കണം. വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഈ വചനത്തിന്റെ പ്രസംഗിക്കുമ്പോഴത്തെ അവിടെ എന്തുണ്ടാകണം? അവിടെ വിടുതൽ ഉണ്ടാകണം, അവിടെ അത്ഭുതം ഉണ്ടാകണം. അത് പ്രൂഫ് ചെയ്യണം. താങ്ക് യു ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അല്ലാതെ നമ്മൾ കുറേ അവിടെ കിടന്ന് തുള്ളലും ചാട്ടലും ഒക്കെ കിടത്തിയോണ്ട് ഒന്നും ഒരു കാര്യവുമില്ല. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായിട്ട് ദൈവവചനത്തിൽ വിശ്വസിക്കണം. നമ്മൾ പാടുന്ന പാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മളിവിടെ അത്ര ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. പക്ഷേ പിന്നെ ഓക്കെയാണ്. എന്നൊക്കെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. താങ്ക് യു ലോർഡ്. പാട്ടിൻ്റെതായ ആ ചാതുര്യമൊന്നുമല്ല. ദൈവവചനം നമ്മൾ പാടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കും. ആമേൻ. ഒരു കാര്യം പ്രത്യേകം എങ്ങനെയാണ് ഓരോ സെൻറ്റൻസിൽ കൂടെ നമ്മളത് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒന്നേ. താങ്ക് യു ലോർഡ്. സമയമായി. വാഗ്ദത്തത്തിന്റെ സമയമായി. ആമേൻ. ആര് വിശ്വസിക്കുന്നു? ആമേൻ. ഈ വിശ്വാസമുള്ളവർ മാത്രം നമ്മൾ പാട്ട് പാടിയാൽ മതി. വാഗ്ദത്തം, എന്നെ കുറിച്ചുള്ളതായ വാഗ്ദത്തത്തിന്റെ സമയമായി. സമയമായി. താങ്ക് യു ലോർഡ്. എന്നിട്ട് ആ വാഗ്ദത്തം നിറവേറിനെ കുറിച്ച് പറയാണ്. ആരെ കുറിച്ച് പറയുന്നു? ആമേൻ. ഹല്ലേലൂയ. യാക്കോബിനെ കുറിച്ച് പറയുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിനോട് യാക്കോബിനെ എങ്ങനെ എനിക്ക് സമയം എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. യാക്കോബിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ യാക്കോബിന്റെ ജനനത്തിൽ തന്നെ അവനോടുള്ളൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. ആമേൻ. അവൻ ആരാകുമെന്ന്. പക്ഷെ ആ വാഗ്ദത്തം നിവർത്തി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ആ യാക്കോബിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. യാക്കോബ് എന്നാണ് ഇസ്രായേലായിട്ട് മാറി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. താങ്ക് യു ലോർഡ്. ആ വാഗ്ദത്തത്തിന്റെ സമയമായി. ഇന്ന് നമ്മൾ പാടുന്നത് എന്താ? വാഗ്ദത്തത്തിന്റെ സമയമായി. നമ്മളെക്കുറിച്ചുള്ളതായ വാഗ്ദത്തത്തിന്റെ സമയമായി. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടണം. താങ്ക് യു ലോർഡ്. ഈ യാക്കോബ് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഈ യാക്കോബിന്റെ ജീവിതത്തിൽ എന്ത് നടന്നു? യാക്കോബ് ഒത്തിരി പണമൊക്കെ സമ്പാദിച്ചു. എവിടുന്ന്? ലാബാന്റെ വീട്ടിൽ നിന്ന് പണമൊക്കെ സമ്പാദിച്ചതിന് ശേഷം പിന്നെ യാക്കോബ് പോകുന്ന എങ്ങോട്ടാണ്? അതിന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോവുക. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഈ യാക്കോബ് മൽപ്പിടുത്തം നടത്തുക. എന്താ ദൂതനുമായിട്ട്? എന്താ യാക്കോബിന് വേണ്ടത്? യാക്കോബ് ദൂതനോട് എന്താ പറയുന്നത്? ഒരു ബ്ലെസ്സിംഗ് വേണം, ഒരനുഗ്രഹം. ആരായിരുന്നു യാക്കോബ്? ഹി വാസ് എ റിച്ച് ഗായ്. താങ്ക് യു ലോർഡ്. ഹി വാസ് എ റിച്ച് ഗായ്. അവിടെയാണ് ലാബാൻ പ്രത്യേകം പറയുന്നു. ലാബാന്റെ മക്കളൊക്കെ പറയും, നീ ഞങ്ങളുടെ വീട്ടിൽ വന്നു, നീ ധനവാനായി, റിച്ച് മാനായി. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം യാക്കോബ് ഇതെല്ലാം സറണ്ടർ ചെയ്യുക. താങ്ക് യു ലോർഡ്. എനിക്ക് വേണം ഒരനുഗ്രഹം. എനിക്ക് അനുഗ്രഹം വേണം. മനുഷ്യൻ ലോകത്തിൽ കുറെ പണമല്ല, അത് മാത്രമല്ല, അത് അനുഗ്രഹമല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല യാക്കോബ് ആഗ്രഹിക്കുന്നത്. യാക്കോബ്, എനിക്ക് വേണം എൻ്റെ ദൈവമേ. അവിടെയാണ് ദൂതൻ പറയുന്നത്, ഒരു എന്നേക്കുമായിട്ടുള്ള ഒരു അനുഗ്രഹം അവന് കൊടുക്കുക. എന്താണ്? വാഗ്ദത്തത്തിന് നിവർത്തി, നീ ഇസ്രായേലായിട്ട് മാറും. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ പേരൊന്ന് മാറണം. താങ്ക് യു ലോർഡ്. എനിക്ക് ലോകപ്രകാരമുള്ളതായ അനുഗ്രഹങ്ങൾ മാത്രം പോരാ, എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് വേണം. യാക്കോബ് അത് ആഗ്രഹിച്ചു. താങ്ക് യു ലോർഡ്. യാക്കോബിന് ദൈവം കൊടുത്തു വാഗ്ദത്തത്തിൻ്റെ സമയം. ഒന്ന്, പിന്നെ ആ പാട്ടിനകത്തേക്ക് പോയി കഴിഞ്ഞ് ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് നമ്മളതൊന്ന് ധ്യാനിച്ച് നമുക്ക് പറയാം. ദാവീദിനെ സംബന്ധിച്ചോളം പറയാം. എന്താണ്? ആട്ടിടയനായിരുന്ന ദാവീദ്, ഇടയൻ. പക്ഷെ അവൻ്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവം അവനെ തേടി വന്നു. ആര്? താങ്ക് യു ലോർഡ്. ആര്? ശമൂവേൽ പ്രവാചകൻ. ഒരഭിഷേകം. അഭിഷേകത്തിന് നിവൃത്തിയാകണമെന്നുണ്ടെങ്കിൽ അവൻ കൊട്ടാരത്തെ വരണം. അതും ദൈവം നിറവേറ്റി. ഇതൊക്കെ എന്തുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു? നമ്മുടെ പേർക്ക് നമ്മൾ വിശ്വസ്തരായിട്ട് ദൈവസനം നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾക്കൂടെ വെളിപ്പെടും. വാഗ്ദത്തത്തിന്റെ സമയമായി. ആർക്ക്? ദാവീദിന്റെ ജീവിതത്തിൽ, യാക്കോബിന്റെ ജീവിതത്തിൽ. അങ്ങനെ പിന്നെ എത്രയോ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ പാടുവല്ല, നമ്മൾ ദൈവവചനം നമ്മുടെ ഉള്ളിലാക്കുക. താങ്ക് യു. ദൈവവചനം നമ്മുടെ ഉള്ളിലാക്കുക. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം. താങ്ക് യു. ഇവിടെ കുറെ കൊട്ടും പാട്ടും വലിയ ബഹളമൊന്നും അല്ല നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി എന്ന് ഞാൻ പറയുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലായി. ലൈഫ് ചേഞ്ചിങ്. ലൈഫ് ചേഞ്ചിങ്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ദാവീദിന് ലൈഫ് ചേഞ്ചിങ്. ആട്ടിടയനെ കൊട്ടാരത്തിൽ കൊണ്ടിരുന്ന ദൈവം. ഹല്ലേലൂയ. അതാണ് ദൈവവചനം.
അത് നമ്മൾ ഏറ്റെടുത്തോണം. നമ്മൾ ഏറ്റെടുത്തോണ്ട് ഈ വചനത്തിന് നമ്മളിൽ അത്ഭുതം, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, വചനം അത്ഭുതം പ്രവർത്തിക്കും. വചനം ആരിൽ കൂടെ പ്രവർത്തിക്കും? ജോസഫ് പാസ്റ്റർ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, പത്രോസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമാലൊക്കെ എടുത്ത് എന്ത് ചെയ്തു? ആൾക്കാരെ കൊണ്ടുപോയി. എങ്കിലോ ഈ റൂമാലിൽ വല്ല ശക്തിയുണ്ടോ? അല്ലെങ്കിൽ ഈ എണ്ണയ്ക്കകത്ത് വല്ല ശക്തിയുണ്ടോ? നിന്റെ വിശ്വാസമാ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വിശ്വാസമാ, നമ്മുടെ ഫെയ്ത്താ. ആമേൻ. എങ്കിലോ അല്ലാതെ എണ്ണയിലല്ല കാര്യം, ഈ റൂമാലിലല്ല കാര്യം. നീ വിശ്വസിച്ചുകൊണ്ട്, ദൈവം എന്താ പറഞ്ഞിരിക്കുന്നേ? വിശ്വസിക്കുന്നവരാൽ. വിശ്വസിച്ചുകൊണ്ട് എന്ത്? ഈ നിങ്ങൾ ഈ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നടക്കുമെന്ന്. നിന്റെ വിശ്വാസം അതായിരിക്കണം. അവരെങ്ങനെ? അവര് വിശ്വസിച്ചു. ഈ റൂമാൽ എടുത്തുകൊണ്ട് ഇട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് അവരുടെ വിശ്വാസത്തിൽ ആ പ്രവൃത്തി നടക്കുന്നത്. അല്ലാതെ ഇത് പത്രോസിൽ നിന്നൊന്നും അല്ലെങ്കിൽ പത്രോസിന്റെ ശക്തിയൊന്നും അല്ല. അവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തില് നമ്മൾ വീണ്ടും ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവവചനം നമ്മൾ ഏറ്റെടുത്താൽ, നമ്മൾ പാടിയാൽ, നമ്മുടെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ്, അസാധ്യമായതിനെ സാധ്യമാക്കും. യാക്കോബിന്റെ ജീവിതത്തിൽ നടന്നതുപോലെ, അല്ലെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ നടന്നതുപോലെ അത്ഭുതങ്ങൾ ദൈവം നമ്മൾ നടക്കും. അതാണ് നമ്മുടെ സഭയിൽ നടക്കേണ്ട കാര്യം കേട്ടോ. അതാണ് നമ്മളിൽ നടക്കേണ്ടത്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നടക്കേണ്ടത്. നമ്മൾ ചെല്ലുന്ന ജർമ്മി, wherever you go, you should believe my God is with me. Amen. His presence is with me. Nothing is impossible for me. Amen. നമ്മളത് പൂർണ്ണമായി we should believe that one. Always don't look at the situation. No, we must believe. Amen. Look at about the situation about the David. Who was he? Just shepherd boy. Shepherd boy. Shepherd boy എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ? Nobody is care about him. Even though including their parent or father or brothers, they don't care about him. Amen. Thank you, Lord. But the God, I believe while you doing right now the same thing that David was doing in the wilderness, what he was doing, he was worshiping God. He had a connection with God. He is communicating with God. That's enough. That's God is saying. That's why God sent his servant Samuel, anointing. So what we had to believe. After that, David, he believed, I had anointing from my God. I can do. It doesn't matter who is standing against of him. The Philistine is standing against of him. He don't care. He don't care because what? He believed, I can do everything through him. We should have that faith. We should have that boldness always. Doesn't matter who is standing against of you. What is the situation against of you? No, I can do anything through my God. Amen. We should believe. Wherever you keep your step, you must believe, I can do. Because what? The presence of God is there. Thank you, Lord. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളോട് കൂടിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം. നമ്മൾ ആ ലെവലിലായിരിക്കണം. നമ്മുടെ ലൈഫ് മാറണം. യാക്കോബ് എല്ലാം ഒന്ന് സറണ്ടർ ചെയ്തു. താങ്ക് യു. യാക്കോബ് എങ്ങനെ സറണ്ടർ ചെയ്തു? യാക്കോബിനോട് ദൂതൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ചോദിക്കുന്നേ? നിന്റെ പേരെന്താണെന്ന്. താങ്ക് യു. അവൻ ഉള്ളത് പറഞ്ഞു. താങ്ക് യു. നോ മോർ. അത് അവിടെ ഒരു സറണ്ടറിങ് കേട്ടോ. താങ്ക് യു.
അവിടെ ഒരു സറണ്ടറിങ്, നമുക്കൊരു ആ ഒരു സറണ്ടറിങ് വേണം നമ്മുടെ ലൈഫിൽ. സറണ്ടർ ചെയ്താൽ ദൈവം നമ്മളെ മാനിക്കും. താങ്ക് യു. വാഗ്ദത്തത്തിൻ സമയമാണിതേ, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിതേ. വാഗ്ദത്തത്തിൻ സമയമാണിതേ, മഹത്വത്തിൻ ദിനങ്ങളാണിതേ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിതേ, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിതേ. വാഗ്ദത്തത്തിൻ സമയമാണിതേ, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിതേ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി വാഴും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി വാഴും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ പീലിയേറുമ്പോ, ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൽ പീലിയേറുമ്പോ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. വാഗ്ദത്തത്തിൻ സമയമാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്തിൻ അവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്തിൻ അവകാശം അബ്ബാ പിതാവേ അബ്ബാ പിതാവേ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിൻ അവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിൻ അവകാശം അബ്ബാ പിതാവേ അബ്ബാ പിതാവേ അബ്ബാ പിതാവേ അബ്ബാ പിതാവേ അബ്ബാ പിതാവേ വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹല്ലേലൂയ 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 വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹല്ലേലൂയ 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 ഓ വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹല്ലേലൂയ 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 പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിൻ അവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിൻ അവകാശം അബ്ബാ പിതാവേ അബ്ബാ പിതാവേ അബ്ബാ പിതാവേ അബ്ബാ പിതാവേ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിൻ അവകാശം നീക്കി അടിമയെന്ന നാമം നീക്കി പുത്രത്വത്തിൻ അവകാശം അബ്ബാ പിതാവേ അബ്ബാ പിതാവേ അബ്ബാ പിതാവേ അബ്ബാ പിതാവേ
പാപദുഃഖത്തിൻ തോൽവിയേറ്റ നാം പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപദുഃഖത്തിൻ തോൽവിയേറ്റ നാം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിൻ അവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിൻ അവകാശം അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് വാഗ്ദത്തത്തിൻ സമയമാണിത് മഹത്വത്തിന്റെ ദിനങ്ങളാണിത് യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹല്ലേലൂയ 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 Thank you, Jesus. Thank you, Jesus. Hallelujah. Glory to God. Hallelujah.